ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഏതെല്ലാം മുന്നണികൾക്ക് മുന്നേറ്റമുണ്ടാകും, ഏതെല്ലാം മുന്നണികൾക്ക് തിരിച്ചടി ഉണ്ടാകും? ഈ തിരിച്ചടിയുടെ അടിസ്ഥാനത്തിൽ നാം പരിശോധിക്കുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇത് സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ? ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് LDF തിരിച്ചടിയായിരിക്കും. UDF BJP സീറ്റുകളുടെ എണ്ണം കൂടും. ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും UDF തന്നെയായിരിക്കും ഇപ്പോഴും സീറ്റ് കൂടുതൽ. എന്നാലും പഴയ ആധിപത്യം അവർക്ക് കിട്ടത്തില്ല, സീറ്റുകൾ വളരെ കുറയും. മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും UDF കൂടുതൽ സീറ്റുകൾ കിട്ടുന്നത്. പഴയതിനേക്കാൾ വളരെ പുരോഗതി ഉണ്ടാവും. 6 കോർപ്പറേഷനുകളിൽ തിരുവനന്തപുരത്തും തൃശ്ശൂരും ഒരു മുന്നണിക്കും ഭൂരിപക്ഷം കിട്ടുകയില്ല. കൊല്ലത്തും കോഴിക്കോടും LDF ഭൂരിപക്ഷം കിട്ടും. കൊച്ചിയിലും കണ്ണൂരും UDF ഭൂരിപക്ഷം കിട്ടും. തിരുവനന്തപുരത്ത് LDF BJP 36 മുതൽ 40 വരെ സീറ്റുകൾ. രണ്ടു കൂട്ടർക്കും ഒരുപോലെയാണ് സീറ്റ്സിൻ്റെ എണ്ണം. UDF 20 മുതൽ 25 വരെ സീറ്റ്. ഈ തിരുവനന്തപുരത്തിനെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷനാണ് തൃശ്ശൂർ. അതെ. തൃശ്ശൂരിൽ 1-ാം സ്ഥാനം വരുന്നതാര്, 2-ാം സ്ഥാനം വരുന്നതാര്, 3-ാം സ്ഥാനം വരുന്നതാര്, ഇത് പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ്. ഇത് എങ്ങനെയായിരിക്കും? തൃശ്ശൂര് വലിയ മുന്നണി UDF ആയിരിക്കും. അതിന്റെ തൊട്ടു പുറകില് BJP ഉണ്ടാവും. മൂന്നാം സ്ഥാനത്തായിരിക്കും LDF. ഇപ്പോൾ ഭരണം നടത്തുന്ന CPM 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അവിടെ മൊത്തം 56 വാർഡാണ് തൃശ്ശൂർ കോർപ്പറേഷനിലെ. അതിൽ UDF 20 മുതൽ 25 വരെയും, BJP 15 മുതൽ 18 വരെയും, LDF 12 മുതൽ 15 വരെയും കിട്ടും. അപ്പോൾ അവിടെ ഒറ്റയ്ക്ക് വലുത് UDF ആണ്. അതിൻ്റെ ബലത്തിൽ അവർക്ക് ഭരണം കിട്ടും UDF തൃശ്ശൂര്. തിരുവനന്തപുരത്ത് LDF ഏറ്റവും വലിയ മുന്നണി അല്ലെങ്കിലും അവരായിരിക്കും അധികാരത്തിൽ വരുന്നത് കോൺഗ്രസിന്റെ പിന്തുണയോടെ. അല്ല, അങ്ങനെ പിന്തുണയോട് കൂടി തന്നെ അധികാരത്തിൽ വരാൻ സാധിക്കുമോ? കാരണം ഒരു 3-4 മാസം കഴിയുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. കഴിഞ്ഞ തവണയും പലയിടത്തും അങ്ങനെയാണല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പല മുനിസിപ്പാലിറ്റികളും പല ഗ്രാമപഞ്ചായത്തുകളിലും ഒരു കക്ഷിക്കും ഭൂരിപക്ഷം ഇല്ലാത്ത ധാരാളം സ്ഥലങ്ങളുണ്ട്. പഞ്ചായത്തുകളാണെങ്കിൽ 100 കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളിൽ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്തതുണ്ട്. മുനിസിപ്പാലിറ്റിയിൽ ഒരു 25 മുനിസിപ്പാലിറ്റിയെങ്കിലും ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്തതുണ്ട്. അപ്പോൾ അവർ ഒറ്റയ്ക്ക് വലിയ മുന്നണിയായിട്ടുള്ളവർ ഭരിക്കുന്നതേ ഉള്ളൂ. അത് ഇടയ്ക്ക് അവിശ്വാസ പ്രമേയം താഴെ പോകും, അടുത്ത വേറെ മേയർ വരും, അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർമാൻ വരും. അതൊക്കെ അങ്ങനെ സംഭവിക്കും. ഇത് സ്വാധീനിക്കുമോ നിയമസഭാ തെരഞ്ഞെടുപ്പ്? നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സൂചനയായിട്ട് ഇത് കണക്കാക്കാം. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരും അടുത്ത തവണ. അവർക്കൊരു 76 മുതൽ 85 വരെ സീറ്റ് കിട്ടും ഇപ്പോഴത്തെ നിലയ്ക്ക് പറഞ്ഞാൽ. പിന്നെ അന്നേരം എന്തെങ്കിലും തരംഗം വന്നാൽ ഇതിൽ കൂടുതൽ കിട്ടും. ചിലപ്പോൾ 110 സീറ്റ് വരെ കിട്ടിയെന്ന് വരാം. BJP 4 മുതൽ 10 വരെ സീറ്റ്. 110 സീറ്റ് നേടുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് 30 താഴെ വരും. 30 അല്ല 25 താഴെ. BJP സീറ്റ് കൂടെ ഉണ്ടല്ലോ ഇതിനകത്ത്. 25 താഴും. അങ്ങനെ സംഭവിക്കാം. 1977 LDF 29 സീറ്റേ ഉണ്ടായിരുന്നു കേരളത്തിൽ. കരുണാകരൻ ആദ്യത്തെ ശേഷം. അല്ല, പക്ഷേ ഈ ഭരണവിരുദ്ധ വികാരം UDF BJP പോകാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതുവഴി തങ്ങളുടെ സീറ്റുകൾ നിലനിർത്താം, തങ്ങളുടെ കേഡറുകളെ സംഘടിപ്പിച്ച് വോട്ടുകൾ നേടാമെന്നൊരു ചിന്ത LDF ഉണ്ടല്ലോ. അല്ല, അത് ഈ ഭരണവിരുദ്ധ വികാരം മൊത്തം BJP കിട്ടത്തില്ല. കുറച്ച് UDF പോകും. രണ്ടു കൂട്ടർക്കും പ്രയോജനമുണ്ട്. ഈ BJP ഒരു 5 സീറ്റ് എന്ന് പറഞ്ഞത് 4 മുതൽ 10 വരെ.
അത് ഏത് മേഖലയിൽ നിന്നായിരിക്കും? ഇപ്പോൾ നാം നോക്കുകയാണെങ്കിൽ ഒരു തിരുവനന്തപുരം, ഒരു കാസർഗോഡ്, ഒരു തൃശ്ശൂർ, അങ്ങനെ ചില ജില്ലകളിൽ മാത്രമാണ് അവർക്ക് വിജയപ്രതീക്ഷ ഉള്ള. ഈ ഇടങ്ങളിൽ അവർക്ക് എങ്ങനെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും? തിരുവനന്തപുരത്ത് 2 മുതൽ 4 വരെ സീറ്റുകൾ അവർക്ക് കിട്ടും. തിരുവനന്തപുരം ജില്ലയിൽ ഉറപ്പുള്ളത് നേമം ആണ്. പിന്നെ സാധ്യതയുള്ളത് കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, പിന്നെ ആറ്റിങ്ങൽ, വർക്കല, കാട്ടാക്കട. ഇതിൽ ഇപ്പം ഞാൻ 6 എണ്ണത്തിൻ്റെ പറഞ്ഞു. അതിൽ 2 മുതൽ 4 വരെ കിട്ടും. ഉറപ്പുള്ളത് നേമമാണ്. പിന്നെ ബാക്കി ഒരു 2 കുറയാതെ കിട്ടും, 4 കൂടാതെ. പിന്നെ സീറ്റ് കിട്ടും തൃശ്ശൂർ ഒരു 2 മുതൽ 4 വരെ സീറ്റ് കിട്ടും. തൃശ്ശൂർ ടൗൺ മണ്ഡലമുണ്ട്, അത് ഉറപ്പാണ്. പിന്നെ ഇരിങ്ങാലക്കുട, പിന്നെ സാധ്യതയുള്ള നാട്ടിക, പിന്നെ നാട്ടിക കൂടാതെ പുതുക്കാടുണ്ട്. അപ്പോൾ അതിൽ തൃശ്ശൂർ സീറ്റിൽ പത്മജയെ നിർത്തിയാലും വിജയിക്കാൻ പ്രയാസമാണ്. എല്ലാവരും ഇന്നലെ വിജയിക്കും, ഉറപ്പാണ്. തൃശ്ശൂർ സീറ്റ്, ഈ പാലക്കാട് സീറ്റ് സീറ്റൊന്നും ജയിക്കത്തില്ല. പക്ഷേ ഈ വിവാദങ്ങൾക്കിടയിലും കോൺഗ്രസ് പാർട്ടി നിലനിർത്തും. അത് നിലനിർത്തും. അതൊന്നും കാര്യമായി ബാധിക്കത്തൊന്നുമില്ല. അത് ഇങ്ങനെ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു തന്ത്രമൊന്നേ ഉള്ളൂ. ജനങ്ങൾ കണക്കിലെടുത്തിട്ടില്ല. ചിലപ്പോൾ ഭൂരിപക്ഷം കുറയുന്നേ ഉള്ളൂ. ഇനിയിപ്പം രാഹുൽ മാങ്കോട്ടത്തിൽ ഈ മത്സരിക്കാൻ കോൺഗ്രസ് ടിക്കറ്റ് കൊടുക്കത്തില്ല, ഉറപ്പാണ്. അയാൾ സ്വതന്ത്രനായിട്ട് വല്ലതും മത്സരിക്കുമോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ കാസർഗോഡ് ജില്ലയിലേക്ക് പോയാൽ മഞ്ചേശ്വരം സീറ്റ് ജയിക്കാൻ വളരെ സാധ്യതയുണ്ട്. 2016 89 വോട്ടിനാണ് കെ സുരേന്ദ്രൻ തോറ്റത്. അത് വിജയിക്കാൻ നല്ല സാധ്യതയുണ്ട്. പിന്നെ കോട്ടയം ജില്ലയിൽ പൂഞ്ഞാർ സീറ്റ് ജയിക്കാൻ സാധ്യതയുണ്ട്. ആലപ്പുഴ ജില്ലയിൽ കായംകുളം, പിന്നെ കൊല്ലം ജില്ലയിൽ ഒരു സീറ്റുണ്ട്, ചാത്തന്നൂര്. ഇതൊക്കെ സാധ്യത ഉറപ്പായിട്ട് പറയാൻ പറ്റും. അല്ല, നാം ഈ സാധ്യതയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ മികച്ച സ്ഥാനാർത്ഥികളെ നൽകാൻ BJPക്ക് കഴിയുമോ? അതെനിക്ക് പറയാൻ പറ്റത്തില്ല. പാർട്ടിയുടെ കാര്യങ്ങളെ. അല്ല, അതാണ് ഈ നല്ല മികച്ച സ്ഥാനാർത്ഥി വന്നല്ലേ അവിടെ വിജയം ഉണ്ടാവുക. അല്ലാതെ അതത്രേ ഉള്ളൂ, എല്ലായിടത്തും അങ്ങനെയാണ്. അത് വലിയ പ്രതിസന്ധിയാണല്ലോ BJP, നല്ല സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയാത്തത്. അതെ, ഇരിങ്ങാലക്കുട വാർഡിലെ ഒരു ജേക്കബ് തോമസ് പുള്ളി അവിടെ തുറന്നിരുന്ന പുള്ളി ജയിച്ചേനെ. പുള്ളി പ്രവർത്തനം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി അവിടെ 5 കൊല്ലം സ്ഥിരമായിട്ട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇത് BJP സ്ഥാനാർത്ഥി പുള്ളി ജയിച്ചേനെ, ഉറപ്പാണ്. ഈ ഇരിങ്ങാലക്കുട മണ്ഡലം എനിക്ക് തോന്നുന്നു BJPയിൽ ഇപ്പോൾ RSSൽ സജീവമാണെന്ന് തോന്നുന്നു. പത്രവാർത്തകൾ മികച്ച സ്ഥാനാർത്ഥികളുടെ എവിടെയും ജയിക്കുള്ളൂ. ഈ BJP പിടിക്കുന്ന ആരെ സീറ്റുകളായിരിക്കും? BJP പിടിക്കുന്ന ആരുടെ സീറ്റുകളായിരിക്കും? ഏത് മുന്നണിയിലെ? ഇരുമുന്നണിയോ? അല്ല, ഇപ്പൊ കോൺഗ്രസ് തീരെ കുറവല്ലേ. ഇപ്പൊ പോകുന്നതൊക്കെ LDFനാണ്. കാരണം തൃശ്ശൂരില് ആകെ ചാലക്കുടി സീറ്റേ കോൺഗ്രസിനുള്ളൂ. അതേതായാലും BJPക്ക് പോകത്തില്ല. തിരുവനന്തപുരത്ത് ആകെ കോവളമുള്ള, അപ്പൊ പിന്നെ അവർക്കൊന്നും പോകാനില്ല. മഞ്ചേശ്വരം UDF ആണ്. മഞ്ചേശ്വരം UDF അത് അവർ ജയിച്ചെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഒരു സീറ്റ് പോകും. അത് ശരിയാണ്. അല്ലാതെ അവർക്ക് UDFനൊന്നും കാര്യമായ നഷ്ടമൊന്നും വരത്തില്ല. അപ്പോ ഈ നാളെ വോട്ടെണ്ണൽ ആരംഭിക്കുന്നത് മുതൽ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പാർട്ടി LDF ആണ്. അതെ, ആ തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും. അതുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. പ്രത്യേക ചില ജില്ലകളിൽ പ്രത്യേകിച്ച്. പിന്നെ പാലക്കാട്, കണ്ണൂർ ജില്ലകളിലും ആ തകർച്ച വളരെ ഭീമമായിരിക്കത്തില്ല. വലിയ തകർച്ച വരുന്നത് തിരുവനന്തപുരം, തൃശ്ശൂര് ഇവിടങ്ങളിലൊക്കെയാണ്. ആലപ്പുഴ സീറ്റ് പകുതിയായിട്ട് പറയാം.